ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയ സമയത്ത് ഇന്ന് ഇത്തിരി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ വീടെത്താനായിട്ട്. അമ്യൂസിനെയും കൂടി കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ പോയി കയറി കഴിഞ്ഞതും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എല്ലാവരും കൂടി ആന വന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ റിനുമോളൊക്കെ ഫ്രണ്ടിൽ ഓട് കണ്ടിട്ട് ഞാൻ പോകല്ലേ, എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ റിനുമോളില്ല, ഇവിടെ തന്നെ ഉണ്ടുമ്മ, താഴത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് റിനുക്കുട്ടി ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടി. അങ്ങനെ പോണ സമയത്ത് കണ്ടില്ലേ, നമുക്ക് ഇന്നലെ മിസ്സായ ആന ഇതാ നടന്ന് വരുന്നുണ്ട്. അവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് ചക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. അപ്പോൾ പലവിടെ നിന്നും ടോർച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ നിന്നുള്ള വീട്ടിൽ നിന്നും പിന്നെ ഞങ്ങളിവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ അതിനെ ഫോക്കസ് ചെയ്യാണ്. അപ്പോൾ കൂടുതലും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിള്ളേർ അതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ എന്നിട്ട് അവർ തന്നെയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. താത്ത ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജ്യോതിമൻ്റെ മകൻ ഹരിയാണ് എടുത്തു തന്നത് വീഡിയോ ഒക്കെ. അപ്പോൾ കണ്ടില്ലേ ആന, ഒരു പേടിയില്ല കേട്ടോ അതിന് മാത്രമല്ല നമുക്കൊരു പേടിയില്ല അല്ലേ. ഇത് സ്ഥിരം കാഴ്ച ചെയ്ത കാരണം കൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. ചിലപ്പോൾ അങ്ങോട്ട് മേലേക്കൊക്കെ കയറി വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അമ്യൂസ് വരുമ്പോൾ റിനിമോൾക്ക് വളയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിനിക്കുട്ടിക്കും അമ്യൂസിനും ഇഷുമോൾക്കൊക്കെ കുപ്പിവളയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ കുപ്പിവള ഇടുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഇവിടെ വല്ലങ്ങി വിലയ്ക്ക് വാങ്ങിച്ചിട്ടെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്യൂസ് കൊണ്ടുവന്ന വള റിനിമോൾക്ക് ഇത്തിരി ചെറുതാണ്. അമ്യൂസിന് അളവ് അറിയാണ്ട് എടുത്തതായിരുന്നു. ഇഷുവിനും അമ്യൂസിനും കറക്റ്റാണ്. ഇഷുവിന് മെറ്റൽ വളയായിരുന്നു കേട്ടോ, കുപ്പിയൊന്നുമല്ല. കാരണം കുട്ടി ഇടയ്ക്കിടയ്ക്ക് വീണതല്ലേ, അപ്പോൾ ഇനി കയ്യിലൊന്നും കുത്തി കയറില്ലേ എന്നും പറഞ്ഞിട്ട് അമ്യൂസ് ഇഷുവിന് മെറ്റൽ വളയും റിനുവിനും അമ്യൂസിനും കുപ്പിവളയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇത്തിരി ചെറുതായിരുന്നു. പക്ഷേ സോപ്പിട്ടപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ കയറുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ സോപ്പിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇഷുമോൾ ഇതവിടെ എത്തിയിട്ടുണ്ട്. എനിക്കും വള വേണമെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇഷുവിനും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷുവിന് കറക്റ്റായിരുന്നു, പക്ഷെ അതൊക്കെ ഊരി കളയായിരുന്നു കേട്ടോ, ഇത്തിരി ലൂസായത് കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ റിനിമോൾക്ക് ഇങ്ങനെ പതുക്കെ വള അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ പേടിയുമായിരുന്നു, ഇനിയിപ്പോൾ കയ്യിൽ തട്ടി പൊട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിനിമോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലമ്മ, ഇട്ടോ, എനിക്ക് വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷുമോളാണെങ്കിൽ ഇവിടെ ഈ പൈപ്പ് കുഴക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. പൈപ്പിനെയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഇഷുവിന് അമ്യൂസിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. കുറേ ദിവസമായി അമ്യൂസിനെ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരു മാല കൊണ്ടുവന്നിട്ട് ഇഷുവിന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ നേരം അത് വലിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കി, പിന്നെ അത് മറന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരേ കളിയൊക്കെ ആയിരുന്നു. രാത്രി ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അവിടെ അടുക്കളയിൽ ഉമ്മയും ഇപ്പയും കൂടി ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. അത് ബാക്കിലാണ് കേട്ടോ, വീടിൻ്റെ ബാക്ക് വശമാണ്. ഞാനിന്ന് വീടെത്തുമ്പോൾ തന്നെ 7 മണിയായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ഒരു എക്സൈസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തോ ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ട് അങ്ങനെ എല്ലാവരുടെയും ബാഗും എല്ലാം വലിച്ചിട്ട് ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടായിരുന്നു ഇത്തിരി വൈകിയത്. അപ്പോൾ ഇവിടെ ഭയങ്കര കളിയിലാണ് ഇഷ്മോള്. ആ പൈപ്പൊക്കെ പുഴക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ അത് മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളെ വെള്ളം പിടിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വീട്ടിലും ഓരോ പൈപ്പൊക്കെ എസ്റ്റേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ ടൈം വെള്ളമൊന്നുമില്ല, പണിയില്ലാത്ത സമയത്ത്, അതായത് പണി കഴിഞ്ഞ് വരുന്ന ആ സമയത്താണ് വെള്ളം വിടുക. അതിന് പൈസയൊന്നും കൊടുക്കണ്ട, വെള്ളത്തിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. അങ്ങനത്തെ വളയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷമോളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഇഷു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇഷുവിനും വളയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചെറിയായിരുന്നു. അതൊക്കെയാണ് പിന്നെ അഴിച്ചു വെച്ചത്. ഇഷുമോൾ അമ്യൂസിൻ്റെ വളയൊക്കെ പിടിച്ച് വലിച്ച് നോക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് അമ്യൂസിൻ്റെ ഷോയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ ഉപ്പതവിടെ സോയാബീൻസ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണയപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു 9 മണിയായപ്പോൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും മുറ്റത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ മുറ്റത്തിരുന്ന് കുറേ നേരം വർത്താനം പറയും. അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ നിരന്ന് ഫ്രണ്ടിലിരിക്കും. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞു. മക്കൾ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇഷുമോൾ ഉപ്പാൻ്റെ കാലിൽ കയറി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മക്കൾക്കും ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ആട്ടി കളിപ്പിക്കാറുണ്ട് ഉപ്പ. അപ്പോൾ ഇഷുവിന് ഇങ്ങനെ ചെയ്യാൻ, ഇഷുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പിലൊക്കെ പോവുകയാണ്. ഇതോടെ ബീഫ് വരട്ടിയ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. സോയാബീൻസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പ ചെയ്തതാണ്. ഞാനങ്ങനെ ചെയ്യുമ്പോഴൊന്നും വരാറില്ല. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നിട്ട് ഞാനും അമ്യൂസും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബീഫ് വരട്ടിയതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാണാനും കഴിക്കാനും ഒക്കെ. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ഉമ്മ എണ്ണയപ്പം ചുടാൻ തുടങ്ങിയത്. ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ട് 10 മണിയൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ്
ഉമ്മ പിന്നെ എണ്ണയപ്പം ഉണ്ടാക്കാൻ തന്നത്. ഉമ്മയും പണിക്ക് പോയിട്ട് വന്നിട്ടല്ലേ ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹത്തിന് ഓരോന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ ഉമ്മമാരുള്ളവരെ നമുക്ക് സ്വർഗ്ഗമാണ് അല്ലേ. നമ്മുടെ എന്താഗ്രഹവും നടത്തിത്തരും. നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഉമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ. അങ്ങനെ തോന്നുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ എണ്ണയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചൂടോടെ ഓരോന്നും ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ പായൊക്കെ വിരിച്ച് കിടക്കുന്ന സമയത്താണ് വീണ്ടും ആന വന്നു എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ആന തിരിച്ചിറങ്ങി പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ തൊടിയിലായിരുന്നു ആന. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ബഹളമൊക്കെ ആയത് കാരണം കൊണ്ട് അവിടെ നിന്ന് എല്ലാവരും വിളിച്ചു എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കേട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.